ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അഡ്മിഷന്റെ കാര്യത്തിനായിട്ട് പുനലൂർ വരെ ഒന്ന് പോകണം. എന്റെ കൂടെ ഇന്ന് റിതൂട്ടിനും അമ്മയാണ് വരുന്നത്. ക്ലാസ് തുടങ്ങാറായി. അപ്പൊ അതിന് മുന്നേ അഡ്മിഷൻ എടുക്കണമല്ലോ. ബസ്സിൽ കയറിയപ്പോ എന്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു. സോണിയും ഞാനും 5th മുതൽ +2 വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അവളിപ്പോ താലൂക്ക് ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഓർമ്മ പുതുക്കലൊക്കെ ആയി. പിന്നെ ഞങ്ങൾക്ക് പുനലൂർ പോകുന്നതിന് മുന്നേ ഇടമണ്ണ ഒരു വീട്ടിൽ കയറാനുണ്ടായിരുന്നു. റിതൂട്ടൻ ഇപ്പൊ പഴയ പോലൊന്നും അല്ല, ഒരിടത്ത് നിൽക്കില്ല, എപ്പോഴും ഓട്ടം തന്നെ ഓട്ടം. അവന്റെ കൂടെ ഓടുന്നോണ്ട് വേറെ എക്സസൈസിന്റെ ആവശ്യമൊന്നും. അവിടെ ചെന്നപ്പോ ആ ഊഞ്ഞാലിലായിരുന്നു നോട്ടം. കയറ്റി ഇരുത്തിയപ്പോ പേടിയുമായി. ഇപ്പൊ അങ്ങനെ കയ്യിലും ഇരിക്കില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുനലൂർ എത്തി. പുനലൂരിൽ വന്നാൽ പിന്നെ ഒന്ന് തൂക്കുപാലം കാണാതെ പോകുന്നത് എങ്ങനെയാണ്? റിതൂട്ടൻ ഫസ്റ്റ് ടൈമാണ് തൂക്കുപാലത്തിൽ കയറുന്നത്. എത്ര വട്ടം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും തൂക്കുപാലം ഒരു പുതുമ തന്നെയാണ്. വീടിന് തൊട്ടടുത്താണെങ്കിലും ഞാൻ 8 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് തൂക്കുപാലത്തിൽ കയറുന്നത്. അതും ഒരു ഓണം ഫെസ്റ്റ് സമയത്ത്. പിന്നെ ഇവിടെ കോളേജിൽ വരാൻ തുടങ്ങിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇന്നെന്തോ ആള് തീരെ കുറവാണ്. സാധാരണ ഇവിടെ വരുമ്പോഴൊക്കെ നല്ല തിരക്ക് കാണാറുണ്ട്. എന്തായാലും റിതൂട്ടന് വലിയ ഇഷ്ടമായി. കൊച്ചു ടിവിയിൽ ഡോറാബുച്ചി കാണുമ്പോൾ അതിലെ പാലം അവൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡോറാബുച്ചിയിലെ പാലമാണെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. പിള്ള മനസ്സല്ലേ, കാണുന്നതൊക്കെ ഓർത്ത് വെച്ചിരിക്കും. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൈയൊക്കെ വിട്ടിട്ട് തനിയെ നടക്കാൻ തുടങ്ങി. അല്ലെങ്കിലും പണ്ട് തൊട്ടേ പേടി എന്താണെന്ന് അവൻ അറിയില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്ന കണ്ടു. ചേച്ചിപ്പെണ്ണിനെ കണ്ടപ്പോൾ മുതൽ റിതൂട്ടൻ അവിടുന്ന് വരുന്നേ ഇല്ല. അവര് കുഞ്ഞിനോട് ക്ലാപ്പ് ചെയ്യൂ ചിരിക്കൂ എന്നൊക്കെ പറയുന്നത് റിതൂട്ടിന് വലിയ അത്ഭുതമായി. അതിനുശേഷം ചിരിച്ചിട്ടേ ഇല്ല, ഈ മുഖഭാവത്തിൽ. ഇവരിത് എന്ത് തേങ്ങയായി കാണിക്കുന്നതെന്നായിരിക്കും റിതൂട്ടൻ ചിന്തിക്കുന്നത്. പിന്നെ കുറച്ചു നേരത്തേക്ക് സ്വപ്ന ലോകത്തേക്ക് പോയി. ഞാനൊന്ന് തട്ടി നോക്കിയപ്പോഴാണ് ആൾ ഉണർന്നത്. എന്നാ പിന്നെ ചേച്ചി ഒന്ന് പരിചയപ്പെടാൻ ഞാൻ പറഞ്ഞു. ആൾക്കാണെ വല്ലാത്ത ജാട. ഇവനൊരു സിഗ്മാമയിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആദ്യം ഒന്ന് ഷേക്കാൻ്റെ കൊടുക്കാനൊക്കെ പോയി, പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇത്തിരി നേരം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഓടി നടന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാലത്തിൽ കയറുന്നത്. കുറച്ചു നേരം നിന്നോട്ടെ എന്ന് ഞങ്ങളും കരുതി. ഒറ്റയ്ക്ക് ആരുടെയും സഹായം ഇല്ലാതെ നടക്കാനാണ് ഇപ്പോൾ ഇഷ്ടം. എന്നാ പിന്നെ നടന്നിട്ടൊക്കെ വരട്ടെ എന്ന് കരുതി. പിന്നെ ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടന്നു. ഇതിവിടെ പുനലൂരത്തെ NSS ഓഫീസാണ്. മാനേജ്മെന്റ് സീറ്റ് അഡ്മിഷനെ പറ്റി തിരക്കാനാണ് വന്നത്. അവിടുത്തെ സാറ് മറ്റന്നാൾ വന്ന് അഡ്മിഷൻ എടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബേക്കറി കയറി. ഞാനും അമ്മയും ഓരോ ഷാർജ പറഞ്ഞു. റിതൂട്ടൻ ഒരു ഉഴുന്നുവടയും. എപ്പോഴും പറയുന്ന പോലെ ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ്. ആള് വീടാണെന്ന് കരുതി പതുക്കെ പതുക്കെ കഴിക്കുകയാണ്. നമുക്കൊട്ട് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാനും പറ്റില്ല, തരില്ലെന്ന് പറയുന്നതാവും ശരി. അങ്ങനെ ഒരു വിധത്തിലാണ് ആ ഉഴുന്നുവട മുഴുവൻ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ തന്നെ ബസ് കിട്ടിയത് കൊണ്ട് കാര്യമായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.